ഇന്ദുലക്ഷ്മി ഭാഗം 20. അശോകനെ ചൂണ്ടിക്കാട്ടി മീനാക്ഷി പറഞ്ഞത് കേട്ട് സുജാതയുടെ കണ്ണുകൾ തിളങ്ങി. ഉറപ്പാണോ? കിഷോർ ചോദിച്ചു. എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, മീനാക്ഷി തറപ്പിച്ച് പറഞ്ഞു. കിഷോർ എണീറ്റു. എനിക്കിപ്പോ സ്വന്തമായി വീടുണ്ട്, ജീവിക്കാൻ ജോലിയുണ്ട്. അമ്മയുടെ സ്വത്ത് ആർക്ക് കൊടുത്താലും എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ എന്റെ അച്ഛൻ സമ്പാദിച്ച വീടും സ്ഥലവും ഇവർക്ക് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. മീനാക്ഷി അവനെ തുറിച്ചു നോക്കി. എന്ന് നല്ല മനസ്സോടെ നിങ്ങൾ എന്റെ ലച്ചുവിനെ അംഗീകരിക്കുന്നോ അതുവരെ നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പോ ചുറ്റും നിൽക്കുന്ന ഇവരൊക്കെ എത്ര നാള് കൂടെ ഉണ്ടാവുമെന്നും കൂടി എനിക്ക് കാണണം. അമ്മേ, ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, മറക്കണ്ട. അത് തന്നെയാടാ എനിക്കും പറയാനുള്ളത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇന്നലെ കണ്ട പെണ്ണിന്റെ വാക്കും കേട്ട് 10 മാസം ചുമന്ന അമ്മയെ കളഞ്ഞുപോയ ഒരുത്തനും. അവരത് പൂർത്തിയാക്കുന്നതിന് മുൻപേ കിച്ചു കൈ ഉയർത്തി തടഞ്ഞു. 10 മാസം ചുമന്നതും നൊന്ത് പ്രസവിച്ചതും വളർത്തിയ കണക്കും മേമ്പൊടിക്ക് ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി അമ്മയ്ക്ക് മതിയായില്ലെങ്കിലും കേട്ട് എനിക്ക് മടുത്തു. എന്തിനമ്മേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോൻ? സ്വാർത്ഥത കൊണ്ട് തളച്ചിടാനോ? നിങ്ങൾ പറയുന്നതൊക്കെ ഒരു വിഡ്ഢിയെപ്പോലെ അനുസരിച്ചതോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട്. കേട്ടോ ചേച്ചി ഇവൻ പറഞ്ഞത്? ഇവനിപ്പോ എന്തോ പറയാൻ ഭാവിച്ച സുജാതയെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവൻ മുറിവിട്ടുപോയി. അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി. നമുക്ക് നാളെ തന്നെ ഒരു വക്കീലിനെ കണ്ട് സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സുജാത ഓടിപ്പോയി മീനാക്ഷിയുടെ കാല് തിരുമാൻ തുടങ്ങി. മീനാക്ഷി ശരിയാണെന്ന അർത്ഥത്തിൽ തലയാട്ടി. കുറച്ചു നേരം മുൻപോരെ രാവിലെ ഉണരുന്ന സമയം മുതൽ രാത്രി കിടക്കുന്നത് വരെ മീനാക്ഷിയുടെ കുറ്റങ്ങൾ പറഞ്ഞ സുജാതയുടെ മലക്കം മറിച്ചിൽ കണ്ട് അശോകൻ വാ പൊളിച്ചു നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. കിച്ചു ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അഡോപ്ഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി. അതനുസരിച്ച് നീങ്ങാൻ തുടങ്ങി. രാഹുലും അവനെ സഹായിച്ചു. ലക്ഷ്മി ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നതൊക്കെ തിരഞ്ഞു പഠിച്ചു. ഇന്ദുവിനിപ്പോൾ 3 മാസം കഴിഞ്ഞു. വലിയ ഛർദിലോ ക്ഷീണമോ ഒന്നും അവൾക്ക് അനുഭവപ്പെട്ടില്ല. ഇന്ദുവും രേവതിയും അതിനെപ്പറ്റി ഗൂഗിളിൽ കാര്യമായി സെർച്ച് ചെയ്തു. എല്ലാ ഗർഭിണികൾക്കും ഛർദിലുണ്ടാകില്ലെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് 2 പേർക്കും സമാധാനമായത്. അലോപ്പതിക്ക് പുറമെ രേവതി ഇപ്പോൾ ഒരു വൈദ്യന്റെ അടുത്തും പോയി മരുന്ന് കഴിക്കുന്നുണ്ട്. ചെറിയമ്മയും അമ്മുവും ഇടയ്ക്കിടെ അവളെ കാണാനെത്തും. ആ പെണ്ണിപ്പോ വരാറുണ്ടോ മോളെ? ഇന്ദുവിന് തനിച്ച് കിട്ടിയപ്പോൾ ചെറിയമ്മ ചോദിച്ചു. ആരാ? ആ ലക്ഷ്മി. വന്നാലും അധികം മിണ്ടാനെന്ന് നിൽക്കരുത്. ഈ സമയത്ത് മച്ചിപ്പെണ്ണുങ്ങളുടെ കണ്ണ് പതിഞ്ഞ വയറിൽ കിടക്കുന്ന കൊച്ചിന് കേടാ. ആ മച്ചിപ്പെണ്ണ് കാരണാ ഇന്ദു ഇപ്പോ ഈ വീട്ടിൽ എന്റെ ഭാര്യയായി നിൽക്കുന്നത്. പിന്നിൽ നിന്നും രാഹുലിന്റെ ശബ്ദം കേട്ട് 2 പേരും തിരിഞ്ഞു നോക്കി. ചെറിയമ്മയുടെ മുഖം വിളറി വെളുത്തു. മോനെ, ഞാൻ ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഈ നന്മയൊക്കെ അവൾ ആ വീട്ടിൽ നിൽക്കുമ്പോഴും ഓർക്കായിരുന്നു. ഒരു പെൺകുട്ടിയെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ വില പോലും കൊടുക്കാതെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ താലി കെട്ടി ഒഴിവാക്കിയ വിശാല മനസ്കേ അമ്മയല്ലേ നിങ്ങള്? കിച്ചുവിന് പകരം വേറൊരാളായിരുന്നെങ്കിലോ? അത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? രാഹുലേട്ടാ വേണ്ട. ഇന്ദു അവന്റെ കയ്യിൽ പിടിച്ചു. കുറച്ചു നാളും മുമ്പ് ഇവര് പറഞ്ഞ കുത്തുവാക്കൾ കേട്ടിട്ടാണ് ലക്ഷ്മി എടുത്ത് കരഞ്ഞോണ്ട് പോയതെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവരോട് കുറച്ച് സംസാരിക്കണമെന്ന് ഞാൻ കരുതിയതാ. നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. ഇന്ദുവിനെ കയ്യിൽ പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവൻ ചെറിയമ്മയെ നോക്കി. എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെടാത്തത് കണ്ട അപ്പോ പറയും. വേറെ വിഷമമൊന്നും വിചാരിക്കണ്ട. പക്ഷേ ഈ അസൂയയും കുശുമ്പൊക്കെ ആ വീട്ടിൽ വെച്ചിട്ട് വന്നാ മതി. ഇന്ദു, നീ ഒന്ന് വന്നേ. രാഹുലിന്റെ പിന്നാലെ ചെറിയമ്മയെ നോക്കിയിട്ട് ഇന്ദുവും പോയി. ചെറിയമ്മ കുനിഞ്ഞ മുഖത്തോടെ നിന്നു. ഓക്കെ മിസ്റ്റർ കിഷോർ, ഗോഡ് ബ്ലെസ് യു. സിസ്റ്റർ തെരേസ കിഷോറിന്റെ കൈപിടിച്ച് കുലുക്കി. താങ്ക് യു സിസ്റ്റർ. സിസ്റ്ററിന്റെ കൂടെ ഹാളിലേക്ക് വരുമ്പോൾ 3 വയസ്സുകാരി വൈകിയെ മടിയിലിരുത്തി ലക്ഷ്മി ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. ചുറ്റും അവിടെയുള്ള കുട്ടികൾ കൂടി നിൽപ്പുണ്ട്. ഈ കഴിഞ്ഞുപോയ മാസങ്ങളിൽ കിഷോറും ലക്ഷ്മിയും ഇവിടെ ഇടയ്ക്കിടെ വരാറുള്ളതിനാൽ എല്ലാവർക്കും അവരെ പരിചയമുണ്ട്. ലച്ചു, നമുക്കിറങ്ങാം, കിഷോർ ലക്ഷ്മിയോട് പറഞ്ഞു. മോളെയും എടുത്ത് അവൾ എണീറ്റു. വൈഗമോളെ കെട്ടിപ്പിടിച്ച് യാത്രയാകുമ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. വൈഗക്കുട്ടിയുടെ അച്ഛനോ അമ്മയോ കേട്ടോ, അവിടെ ചെന്ന് കുറുമ്പൊന്നും കാട്ടരുത്. നല്ല കുട്ടിയായി നിൽക്കണം കേട്ടോ, സിസ്റ്റർ തെരേസ പറഞ്ഞത് കേട്ട് അവൾ തല കുലുക്കി. പിന്നീട് അവർ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കരയണ്ട കേട്ടോ, വൈഗമോളെ ഇടയ്ക്ക് കൊണ്ടുവരാം. കരയാൻ തുടങ്ങിയ കുട്ടികളോടായി പറഞ്ഞ് വൈഗയെയും ചേർത്ത് പിടിച്ച് ലക്ഷ്മിയും കിഷോറും കാറിൽ കയറി. എല്ലാവരും ഗേറ്റ് വരെ വന്ന് കൈവീശി കാണിച്ചു. കാർ നീങ്ങിയപ്പോൾ മോൾ കൗതുകത്തോടെ കാറിനുള്ളിലും പുറത്തുമൊക്കെ നോക്കുന്നുണ്ട്. ലക്ഷ്മി മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ മുടിയിലും മുഖത്തുമൊക്കെ തഴുകി. ഇടയ്ക്കിടെ നെറ്റിയിലും കവിളിലും ചുംബിക്കുമ്പോൾ അവൾ അമ്പരപ്പോടെ കണ്ണുകൾ ഉയർത്തി നോക്കി.
കിച്ചു ഡ്രൈവിങ്ങിനിടയിലും ഇതൊക്കെ പുഞ്ചിരിയോടെ നോക്കിക്കണ്ടു. അമ്മേ, അവർ വരുന്നുണ്ട്. വീടിന് മുന്നിൽ നിന്ന അശ്വതി വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അകത്തു നിന്നും അനിതയും അവളുടെ മോനെയും എടുത്ത് രേണുകയും തിടുക്കത്തിൽ വന്നു. ലക്ഷ്മി കാറിൽ നിന്നും ഇറങ്ങിയതും അശ്വതി ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. വാവേ, എന്നെ മനസ്സിലായോ? മോളുടെ കുഞ്ഞയാ കേട്ടോ മുത്തേ. അശ്വതി പറയുന്നത് കേട്ട് കുഞ്ഞു വൈക അവളെ മിഴിച്ചു നോക്കിയിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, വന്നു കയറി ഉടനെ ആ കൊച്ചിനെ കരയിച്ചു. രേണുക അശ്വതിയെ ശാസിച്ചു. ലക്ഷ്മി മോളെ വാങ്ങി തോളിലിട്ട് ആശ്വസിപ്പിച്ചു. മോള് പേടിക്കണ്ടാട്ടോ, ഇവരൊക്കെ എന്റെ കുഞ്ഞിയെ കാണാൻ വന്നതാ. ദേ, ഈ അജൂട്ടിനെ കണ്ടോ? ഇവൻ കുഞ്ഞേച്ചിയുടെ കൂടെ കളിക്കാൻ നോക്കി നിൽക്കുക. അപ്പൊ വൈകമോള് കരയോ? അയ്യേ, നാണക്കേട്. കിഷോർ പറയുന്നത് കേട്ട് അവൾ ലക്ഷ്മിയുടെ തോളിൽ നിന്ന് മുഖമുയർത്തി അനിതയുടെ മകൻ അജുവിനെ പാളി നോക്കി. അവനും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ലക്ഷ്മി അവളെ എടുത്ത് അകത്തേക്ക് നടന്നു. ഹാളിലേക്ക് വന്ന വൈകയുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു. അവിടെ നിറയെ ബലൂണുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു വശത്തായി ഒരുപാട് കളിപ്പാട്ടങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. പല വർണ്ണങ്ങളിൽ പന്തുകൾ, കീ കൊടുത്താൽ ചെണ്ട കൊട്ടുന്ന കുരങ്ങച്ചൻ, പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്ന ബാർബി ഡോൾ, പതുപതുത്ത ശരീരമുള്ള ടെഡി ബെയർ. ഹായ് പാവക്കുട്ടി. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അവൾ അതിലൊക്കെ തൊട്ട് തലോടി നടന്നു. കൂട്ടിന് അജൂട്ടനും. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ സംസാരം തുടങ്ങി. മുതിർന്നവർ ആഹ്ലാദത്തോടെ കണ്ടുനിന്നു. ഡ്രസ്സ് മാറാനായി കിഷോർ റൂമിലേക്ക് നടന്നപ്പോൾ ലക്ഷ്മിയും പിന്നാലെ ചെന്നു. പിന്തിരിഞ്ഞു നിന്ന അവനെ പിന്നിൽ നിന്ന് പുണർന്നു. താങ്ക്സ് കിച്ചേട്ടാ. കിച്ചു അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നീക്കി നിർത്തി. ലച്ചു ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. സത്യം കിച്ചേട്ടാ, നമുക്കിത് മുൻപേ ആകായിരുന്നു അല്ലേ? ചെറിയ വിഷമത്തോടെ അവൾ പറയുന്നത് കേട്ട് അവൻ കണ്ണുരുട്ടി. അന്ന് നിന്റെ ഈ തലയിൽ ഒന്നും കേറില്ലല്ലോ. വാശി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഡിവോഴ്സ്, കല്യാണം, തേങ്ങാക്കൊല. പോയ ബുദ്ധി ആന പിടിച്ച തിരിച്ചു വരലടി മണ്ടൂസേ. പിന്നെ സമാധാനിക്കാൻ വേണ്ടി എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്നൊക്കെ പറയാം. കിച്ചു അവളെ വരിഞ്ഞു മുറുക്കി ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. ദേ കിച്ചേട്ടാ, വാതില് തുറന്നു കിടക്കുക. ആരെങ്കിലും വരും കേട്ടോ. ആരും വരില്ല, അവരൊക്കെ മോളെ നോക്കിയിരിക്കുവല്ലേ. പിന്നെ കിച്ചേട്ടാ, ഒരു ദിവസം നമുക്ക് മോളെയും കൊണ്ട് അമ്മയെ കാണാൻ പോണം. കിഷോറിന്റെ കൈകൾ അയഞ്ഞു. അത് വേണ്ട, അമ്മ ചിലപ്പോ മോളെ എന്തെങ്കിലും പറയും. അത് കേട്ടാ എനിക്ക് ദേഷ്യം വരും. സാരയില്ല, അങ്ങനെ പറഞ്ഞ പിന്നെ പോണ്ട. കുറച്ചു ദിവസം കഴിയട്ടെ, അവൻ താല്പര്യമില്ലാതെ പോലെ പറഞ്ഞു. അയ്യോ, എന്നെ കാണാതെ എന്റെ മോള് പേടിക്കും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ലക്ഷ്മി പെട്ടെന്ന് പുറത്തേക്ക് ഓടി. കിച്ചു ചിരിയോടെ നോക്കി നിന്നു. രേണുകയും അനിതയും ചേർന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കി. വൈകമോളുടെ വരവ് പ്രമാണിച്ച് പായസം ഉണ്ടാക്കിയിരുന്നു. 2 വാവകൾക്കും അനിത ചോറ് വാരിക്കൊടുത്തു. ചോക്ലേറ്റും ബിസ്ക്കറ്റുമൊക്കെ കൊടുത്തും സുന്ദരി, പൊന്നെ എന്നൊക്കെ വിളിച്ചും അശ്വതി ആ സമയം കൊണ്ട് മോളെ വശത്താക്കി. അജൂട്ടനെയും വൈകമോളെയും മടിയിലിരുത്തി അവൾ അക്കുത്തിക്ക് കളിക്കാൻ തുടങ്ങി. അത് നോക്കി കിച്ചുവിന്റെ കൂടെ ഇരിക്കുമ്പോൾ അമ്മയും അനിയത്തിമാരും മോളെ അംഗീകരിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നത് ലക്ഷ്മിയിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോയിരുന്നു. രാഹുലേട്ടാ, എണീക്ക് രാഹുലേട്ടാ. ഇന്ദു തട്ടി വിളിക്കുന്നത് കേട്ടാണ് രാഹുൽ ഉറക്കത്തിൽ നിന്നുണർന്നത്. എന്താടി, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നോ? അവൻ ആധിയോടെ ചോദിച്ചു. എനിക്ക് വിശക്കുന്നു. അവന്റെ തോളിലേക്ക് ചാരിക്കൊണ്ട് അവൾ ചിണുങ്ങി. രാഹുൽ മേശമേൽ നോക്കി. ഇപ്പോൾ എന്നും ഈ പതിവുള്ളതിനാൽ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അവല് വിളയിച്ചതും ബ്രെഡും പഴവും ബിസ്ക്കറ്റും വെള്ളവുമൊക്കെ ശ്രീദേവി അവിടെ കൊണ്ട് വെക്കാറുണ്ട്. എനിക്കിതൊന്നും വേണ്ട. അവൻ നോക്കുന്നത് ശ്രദ്ധിച്ച അവൾ പരിഭവത്തോടെ പറഞ്ഞു. പിന്നെ എനിക്ക് തട്ടുദോശയും നല്ല എരിവുള്ള ചമ്മന്തിയും ബീഫ് റോസ്റ്റും കഴിക്കാൻ കൊതിയാവുന്നു. രാഹുൽ മൊബൈൽ എടുത്ത് സമയം നോക്കി. 2 മണി. എന്റെ പൊന്നു കൊച്ചേ, തൽക്കാലം നീ ഇതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങ്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, രാവിലെ നേരത്തെ പോകാനുള്ളതാ. ഉറക്കം മുറിഞ്ഞ നീരസത്തോടെ അവൻ പറഞ്ഞപ്പോൾ ഇന്ദു അകന്നിരുന്നു. അല്ലെങ്കിലും എനിക്കറിയാം ഇപ്പൊ എന്നോട് ഒട്ടും സ്നേഹമില്ലെന്നു. ഇന്ദു ചുണ്ടുകൊട്ടി. പാതിരാത്രി ഗർഭിണിയായ ഭാര്യയ്ക്ക് തട്ടുദോശയും ബീഫ് റോസ്റ്റും വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ സിനിമയിലെ റൊമാൻറ്റിക് ഹീറോ അല്ല. കേട്ടോടി പെണ്ണേ, ഇപ്പോ എന്റെ കൊച്ചു കിടന്നുറങ്ങ്. നാളെ ഇതെല്ലാം വാങ്ങിത്തരാം. പോട കൊരങ്ങ, എനിക്കങ്ങും വേണ്ട. എന്നാലും കാത്തിരുന്നൊരു കെട്ടിയവനെ കിട്ടിയപ്പോ അതൊരു മുരടനായിപ്പോയല്ലോ. ബിസ്ക്കറ്റും പഴവും കഴിക്കുമ്പോൾ അവൾ പറഞ്ഞു. രാഹുൽ അതിൽ നിന്ന് 2 ബിസ്ക്കറ്റ് പിടിച്ചു വാങ്ങി കടിച്ചു. അങ്ങനെ പറയല്ലടി, ഞാൻ മുരടനായിട്ടാണോടി നീ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്? വേണമെങ്കില് ഒന്നുകൂടെ തെളിയിക്കാം. അയ്യേ, പോടുന്ന്. ഇന്ദു അവന്റെ തോളിൽ കടിച്ചു. ഡീ,
കടിക്കാതെടി. ഇന്ദു പെട്ടെന്നൊന്ന് പുളഞ്ഞുകൊണ്ട് വയറിൽ പിടിച്ചു. എന്തുപറ്റി? കുട്ടി രാഹുൽ ചവിട്ടുന്നു. കണ്ടോ കണ്ടോ, നീ എന്നെ നോവിച്ചപ്പോ അവൻ ചോദിക്കുന്നത് കണ്ടോ? അവനൊന്ന് പുറത്തു വന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്മയെ ശരിയാക്കാം. ഇല്ലടാ കുഞ്ഞാ. രാഹുൽ അവളുടെ മടിയിലേക്ക് കിടന്ന് ചുണ്ടു ചേർത്തു. ഇന്ദുവിന്റെ മുഖം മങ്ങി. രാഹുലേട്ടാ, അഥവാ മോനല്ലെങ്കിലോ? മോനല്ലെങ്കിലും മോള്, രണ്ടായാലും നമുക്ക് ഒരുപോലെയാ. ഇനി അതോർത്ത് ടെൻഷനാകാതെ കിടക്ക്. അവൻ അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നു വീണ്ടും മയക്കത്തിലേക്ക് വീണു. കാർ അശോകന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട് കിഷോർ ലക്ഷ്മിയെ നോക്കി. അവളുടെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനുണ്ട്. കിഷോർ മോളെ എടുത്തിറങ്ങി. മറുവശത്തെ ഡോർ തുറന്ന് ലച്ചുവും. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഡോർ തുറന്നത് രാഖിയാണ്. ഏതാ ഈ കുട്ടി? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. എന്റെ മോളാ വൈകക്കുട്ടി, ഇത് മോളുടെ അപ്പച്ചിയാണ്. ഉവ്വോ, വാവേ ഇങ്ങ് വന്നേ. രാഖി കൈനീട്ടിയെങ്കിലും അവൾ കിച്ചുവിന്റെ തോളിൽ പറ്റിച്ചേർന്ന് കിടന്നു. അപ്പോഴേക്കും അശോകന്റെ ഇളയ മകൾ രേഖയും വന്നു. അമ്മാവൻ വന്നില്ലേ? കിഷോർ ചോദിച്ചു. അച്ഛനും അമ്മയും കൂടി ആരെയോ കാണാൻ പോയിരിക്കുക. രേഖയാണ് മറുപടി നൽകിയത്. ആരാ രാഖി? മീനാക്ഷി അമ്മ അങ്ങോട്ട് വന്നു. കിഷോറിനെയും ലക്ഷ്മിയെയും കണ്ട് അവരൊന്ന് തറഞ്ഞു നിന്നു. കണ്ണുകൾ വൈകയുടെ നേരെ ആയപ്പോൾ മുഖത്ത് അവജ്ഞ നിറഞ്ഞു. അച്ഛനും അമ്മയും വീട്ടിലില്ലാത്ത നേരത്ത് ആരെങ്കിലും വന്ന വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? രാഖിയെ നോക്കിയാണ് ചോദ്യം. ആരെങ്കിലും അല്ലല്ലോ, കിച്ചേട്ടനും ഏട്ടത്തിയല്ലേ. അപ്പച്ചി മോളെ കണ്ടില്ലേ? ആർക്കോ എവിടെയോ ഉണ്ടായ ഈ അശ്രീകരത്തിനെ എന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകാൻ പറ അവനോട്. വെറുപ്പോടെ പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ കിഷോറിന്റെ മുഖം ചുവന്നിരുന്നു. ലക്ഷ്മി ദയനീയമായി അവനെ നോക്കി. മതിയായില്ലേ, ഇനിയിപ്പോ എന്ത് കേൾക്കാൻ നിൽക്കുവാ? അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. പിന്നാലെ രാഖിയോടും രേഖയോടും യാത്ര പറഞ്ഞ് ലക്ഷ്മിയും. രേഖയെ പോയി അപ്പച്ചിയോട് കഴിക്കാൻ വരാൻ പറ. സുജാത ടേബിളിൽ ചോറും കറിയും മീനാക്ഷിക്കുള്ള ചപ്പാത്തിയും എടുത്തു വെച്ചു. രേഖ മീനാക്ഷിയെ വിളിക്കാൻ പോയി. അമ്മയ്ക്ക് എന്തു പറ്റി? കുറച്ചു നാളായിട്ട് അപ്പച്ചിയോട് ഭയങ്കര സ്നേഹമാണല്ലോ, രാഖി അതിശയത്തോടെ പറഞ്ഞു. എനിക്കല്ലെങ്കിലും ചേച്ചിയോട് സ്നേഹക്കുറവൊന്നുമില്ല. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട, സുജാത അവളോട് കയർത്തു. ഇതൊന്നും അത്ര ശരിയല്ല സുജാതെ. നാളെ ഒരിക്കല് നമ്മൾ ചതിച്ചെന്നല്ലേ കിച്ചു പറയൂ, അശോകൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. നമ്മൾ ആരെ ചതിച്ചെന്നാ? ചേച്ചിയുടെ വീടും സ്ഥലമൊക്കെ എഴുതി തരാൻ നമ്മൾ പറഞ്ഞോ? ചേച്ചി നല്ല മനസ്സോടെ തരുമ്പോ വേണ്ടെന്ന് പറയാൻ മാത്രം മനസാക്ഷി ഇല്ലാത്തവളല്ല ഞാൻ. മീനാക്ഷി വരുന്നത് കണ്ട അശോകൻ ആ സംസാരം തുടർന്നില്ല. സുജാത മീനാക്ഷിക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വിളമ്പി. അശോകേട്ടൻ പോയി ആധാരം എഴുതുന്ന ആളെ കണ്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നാളെ ചേച്ചി അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി, സുജാത ഓർമ്മിപ്പിച്ചു. ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി, അശോകൻ പറഞ്ഞത് കേട്ട് സുജാത നീരസത്തോടെ നോക്കി. ഞങ്ങൾക്ക് കിച്ചുവേട്ടന്റെ സ്വത്തും പണം ഒന്നും വേണ്ട, രാഖിയും രേഖയും ഒന്നിച്ചാണ് പറഞ്ഞത്. ഇനി ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഞാൻ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. എവിടെ നിന്നോ വന്ന അശ്രീകരം ഇതൊന്നും അനുഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. വേണമെങ്കിൽ അവൻ പോയി കേസ് കൊടുക്കട്ടെ, മീനാക്ഷി വാശിയോടെ പറഞ്ഞു. ആ അത് തന്നെ, സുജാത പ്രോത്സാഹിപ്പിച്ചു. കഴിച്ചു കഴിഞ്ഞ് മീനാക്ഷി കിടക്കാൻ പോയി. ആ റൂമിൽ 2 കട്ടിലാണുള്ളത്. ഒന്നിൽ രാഖിയും രേഖയും കിടക്കും, മറ്റൊന്നിൽ മീനാക്ഷിയും. രാത്രി ഒരുപാട് നേരം എന്തൊക്കെയോ ഓർത്തു കിടന്നാണ് അവർ ഉറങ്ങിയത്. ഇടയ്ക്കെപ്പോഴോ അസ്വസ്ഥത തോന്നി ഉണരുമ്പോൾ ശരീരം മുഴുവൻ വിയർത്തിരുന്നു. നെഞ്ചിൽ അസഹ്യമായ വേദനയോടെ ഒരു കൈ നെഞ്ചിൽ അമർത്തി പിടിച്ചു. മറുകൈയാൽ എങ്ങനെയോ കട്ടിലിന്റെ ഹെഡ്റെസ്റ്റിൽ പിടിച്ചെണീറ്റ് ലൈറ്റിട്ടു. വെളിച്ചം മുഖത്ത് തട്ടിയ അസ്വസ്ഥതയോടെ രാഖി കണ്ണുകൾ തുറന്നു നോക്കുമ്പോഴേക്കും മീനാക്ഷി കുഴഞ്ഞ് ബെഡിലേക്ക് വീണിരുന്നു. ലക്ഷ്മിയെയും കൂട്ടി കിഷോർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അശോകനും സുജാതയും കാർഡിയക് ഐസിയുവിന് മുന്നിലുള്ള കസേരകളിൽ ഇരിക്കുകയാണ്. എന്താ പറ്റിയത്? കിഷോർ കിതപ്പോടെ ചോദിച്ചു. ഉറങ്ങാൻ കിടന്നതാ. രാത്രി എന്തോ ശബ്ദം കേട്ട് പിള്ളേരെണീക്കുമ്പോൾ വീണ് കിടക്കുന്നു. നെഞ്ച് പൊത്തിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു, അശോകൻ പറഞ്ഞു. കിച്ചുവിന് വല്ലാത്ത വിഷമം തോന്നി. ചേച്ചിക്ക് കുറച്ചു ദിവസമായിട്ട് നല്ല വിഷമായിരുന്നു. അതെങ്ങനെയാ? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നടന്നത്, സുജാത ആരോടുന്നില്ലാതെ പറഞ്ഞു. പക്ഷേ അശോകൻ ഉൾപ്പെടെ ആരും കേട്ടതായി ഭാവിച്ചില്ല. മീനാക്ഷിയുടെ ആഭരണങ്ങളുമായി ഒരു നഴ്സ് പുറത്തേക്ക് വന്നപ്പോൾ സുജാത പെട്ടെന്നെണീറ്റ് അത് വാങ്ങി. കിച്ചു മുന്നോട്ട് ചെന്ന് അവരോട് മീനാക്ഷിയെക്കുറിച്ച് അന്വേഷിച്ചു. ഒന്നും പറയാറായിട്ടില്ല എന്നൊരു മറുപടിയാണ് കിട്ടിയത്. കിച്ചു റിസപ്ഷനിൽ പോയി ഒരു റൂം ബുക്ക് ചെയ്തു. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, റൂം എടുത്തിട്ടുണ്ട്, അമ്മാവനും അമ്മായിയും പോയി റെസ്റ്റ് എടുത്തോളൂ. അശോകൻ അത് കേട്ടപാടെ എണീറ്റു. സുജാത അയാളുടെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ടാ മനുഷ്യ ഓടുന്നത്? ചേച്ചി ഇപ്പോൾ കണ്ണു തുറന്ന ആദ്യം നമ്മളെ കാണണം, അല്ലെങ്കിൽ സ്വത്തൊക്കെ കൈവിട്ടു പോവേ.
എനിക്കൊന്ന് കിടക്കണം. അയാൾ അവരെ രൂക്ഷമായി നോക്കിയിട്ട് റൂം ലക്ഷ്യമാക്കി നടന്നു. മറ്റൊരു നിവൃത്തിയില്ലാത്തതിനാൽ സുജാത പിന്നാലെ ചെന്നു. കിച്ചുവും ലക്ഷ്മിയും അവിടെ ഇരുന്നു. നീ എന്താ ആലോചിക്കുന്നത്? നിലത്തേക്ക് നോക്കി ഒരേ ഇരിപ്പിരുന്ന ലക്ഷ്മിയോട് കിച്ചു ചോദിച്ചു. അമ്മ പറഞ്ഞ കിച്ചേട്ടൻ മോളെ വേണ്ടെന്ന് വെക്കോ? പരിഭ്രാന്തി നിറഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു. അങ്ങനെ കൊണ്ടു കളയാൻ മോള് പൂച്ചക്കുഞ്ഞാണോ? ഇനി എന്റെ മരണം വരെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും. ചിലപ്പോ ഈ ഒരു സംഭവത്തോടെ അമ്മയ്ക്ക് മാറ്റം വന്നേക്കാം, കിഷോർ പ്രതീക്ഷയോടെ പറഞ്ഞു. രാവിലെ രാഹുലും ശ്രീദേവിയും കൂടെ വന്നു. അശോകൻ സുജാതയുമായി വീട്ടിലേക്ക് പോയി. അന്ന് മീനാക്ഷിയുടെ നില അല്പം തൃപ്തികരമായി. കിച്ചു അവരെ കയറി കാണുമ്പോൾ മീനാക്ഷി ഉറക്കമായിരുന്നു. രാഹുലിനെയും ശ്രീദേവിയെയും അവിടെ നിർത്തിയിട്ട് കിഷോറും ലക്ഷ്മിയും വീട്ടിൽ പോയി ഫ്രഷായി വന്നു. വൈകമോൾ അശ്വതിയോടും അനിതയോടും നന്നേ അടുത്തിരുന്നു. രാഹുലും ശ്രീദേവിയും തിരികെ വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരമായി. മീനാക്ഷി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രേവതി ചോദിച്ചു. ഇപ്പോ കുഴപ്പമൊന്നുമില്ല. ഇന്ദു എവിടെ? എന്റെ റൂമിലുണ്ട്, കിടക്കുന്നു. മീനാക്ഷി അമ്മയ്ക്ക് വയ്യെന്ന് കേട്ടപ്പോൾ മുതൽ വലിയ വിഷമത്തിലാ. ഉച്ചയ്ക്ക് ചോറ് പോലും കഴിച്ചില്ല, രേവതി പറഞ്ഞു. രാഹുൽ കുളി കഴിഞ്ഞു വരുമ്പോൾ ഇന്ദു മുകളിലേക്ക് കണ്ണു നട്ട് എന്തോ ചിന്തിച്ച് കിടക്കുകയാണ്. അവൻ അവളുടെ അരികിലിരുന്നു. താൻ വിഷമിക്കണ്ടടോ, അവർക്കിപ്പോ മാറ്റമുണ്ട്. ആന്നോ? ഇന്ദുവിന്റെ മുഖം വിടർന്നു. രാഹുൽ അവളുടെ അടുത്ത് കിടന്ന് ചുറ്റിപ്പിടിച്ചു. താൻ ഇത്ര പാവമല്ല ഇന്ദുവേ. അവര് നിന്നെയും കുറച്ച് ദ്രോഹിച്ചതല്ലേ. എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് ഓർക്കുമ്പോൾ അതൊന്നും തെറ്റല്ല. എന്റെ വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ? രാഹുൽ ഏട്ടന്റെ കൈയും പിടിച്ച് നമ്മുടെ കുഞ്ഞാവയെ എടുത്ത് അവരുടെ മുന്നിൽ കൂടി 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പെട്ടെന്ന് അറ്റാക്കെന്നൊക്കെ കേട്ടപ്പോൾ അത് നടക്കില്ലേന്ന് ഞാൻ പേടിച്ചുപോയി. രാഹുൽ കുറച്ചുനേരം അവളെ നോക്കിയിരുന്നിട്ട് ചെവിയിൽ പിടിച്ച് തിരുമ്മി. ഈ സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്റെ കൊച്ചിനെ കൂടി നിന്റെ കുറുമ്പ് പഠിപ്പിക്കല്ലേ. നോന്നു. ഇന്ദു അവന്റെ കൈ പിടിച്ചു മാറ്റി. വാ, വന്ന് വല്ലതും കഴിക്ക്. രാഹുൽ എണീറ്റു. എനിക്ക് വിശപ്പില്ല, ഇന്ദു മുഖം ചൊളിച്ചു പറഞ്ഞു. അതെന്താ വിശപ്പില്ലാത്തത്? രേവതി പറഞ്ഞല്ലോ നീ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ഈ സമയത്ത് വിശന്നിരിക്കരുത്. ഞാനിവിടെ ഇരുന്ന ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞുപോയി. അവൾ നിഷ്കളങ്കമായി പറയുന്നത് കേട്ട് രാഹുലിന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. കിഷോർ റൂമിൽ കുറച്ചുനേരം കിടക്കാൻ വന്നപ്പോഴാണ് ഒരു നഴ്സ് വന്ന് ഡോറിൽ തട്ടിയത്. ആരാ? കിച്ചു. ഞാനാണ്. പേഷ്യന്റിന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ലക്ഷ്മിയെ ഒന്ന് നോക്കിയിട്ട് അവൻ അവരുടെ ഒപ്പം നടന്നു. അശോകൻ അവന്റെ പിന്നാലെ പോയപ്പോൾ സുജാത അസ്വസ്ഥയായി ലക്ഷ്മിയെ നോക്കി. അധികം സംസാരിപ്പിക്കരുത്. അത് പറഞ്ഞിട്ട് അരികിൽ നിന്ന നഴ്സ് മാറി നിന്നു. കിച്ചു മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ചു. അവർ ക്ഷീണിച്ച കണ്ണുകൾ പതിയെ തുറന്നു നോക്കി. കുറച്ചുനേരം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. പിന്നെ കയ്യിൽ അമർത്തി പിടിച്ചു. മോളുടെ പേരെന്താ? തളർന്ന ശബ്ദത്തിൽ ചോദിച്ചത് കേട്ട് അവന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. കിച്ചു, എനിക്ക് മോളെ ഒന്ന് കാണണം. ഞാൻ കൊണ്ടുവരാം. കിച്ചു അവരുടെ ശിരസിൽ തഴുകി. എനിക്ക് ഇപ്പോ കാണണം, പിന്നെ ചിലപ്പോ. കൊണ്ടുവരാം. ലക്ഷ്മി റൂമിൽ ടെൻഷനോടെ ഇരിക്കുമ്പോൾ കിച്ചു വരുന്നത് കണ്ട് ഓടി അടുത്ത് ചെന്നു. ഏട്ടാ, എന്തിനാ അമ്മ വിളിച്ചത്? എന്തു പറഞ്ഞു? അമ്മയ്ക്ക് വൈകമോളെ കാണണമെന്ന് പറഞ്ഞു. സന്തോഷത്തോടെയാണ് കിച്ചു പറഞ്ഞത്. ലക്ഷ്മിയും സുജാതയും അശോകനും വിശ്വാസം വരാതെ നിന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാവൂന്ന്. ഞാൻ പോയി മോളെ കൊണ്ടുവരാം കേട്ടോ. നീ വീട്ടിലൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ലക്ഷ്മി അപ്പോൾ തന്നെ രേണുകയെ വിളിച്ച് വൈകയെ ഒരുക്കി നിർത്താൻ പറഞ്ഞു. സുജാത എല്ലാം കൈവിട്ടു പോകുമോ എന്ന സങ്കടത്തോടെ താടിക്ക് കൈകൊടുത്തിരുന്നു. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.